ഭാഗത്തേക്ക് കിടക്കാം. അവസാനത്തെ 11 അധ്യായം. അതാണ് ഭൂഗോള വർണ്ണന എന്ന് പറയുന്നത്. ഭഗവാന്റെ വിശ്വരൂപ വർണ്ണന. വിശ്വം വിഷ്ണു എന്ന് നമ്മൾ ദിവസവും ചൊല്ലാറുണ്ടെങ്കിലും എങ്ങനെ ഈ വിശ്വത്തിനെ വിഷ്ണുവായിട്ട് കാണാം, അതിനുള്ള വിദ്യയാണ്. എല്ലാത്തിലും ഈശ്വരനെ കാണുന്നത് എങ്ങനെ, അതിനുള്ള വിദ്യയാണ് ആ 11 അധ്യായങ്ങളിലായിട്ട് അല്ലെങ്കിൽ 10 അധ്യായങ്ങളിലായിട്ട് നമുക്ക് പറഞ്ഞു തരണം. അത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ വിടർന്നു നിൽക്കുന്ന താമരപ്പൂവ് പോലെയാണ്. ഭുവന കോശം എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ 7 ഇങ്ങനെ ദ്വീപുകൾ, 7 സമുദ്രങ്ങൾ ദളങ്ങളെ പോലെയാണ്. നടുക്കിൽ നിൽക്കുന്ന കർണിക അത് സുമേരു പർവ്വതമാണ്. അതിന് ചുറ്റുമാണ് സൂര്യനും സപ്തഋഷികളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നത്. ഈ സുമേർ പർവ്വതത്തിൻ്റെ മുകളിൽ നടുക്കിലാണ് ബ്രഹ്മാവിൻ്റെ ശാതകൗംബി എന്ന പുരി ഇരിക്കുന്നത്. അതിൻ്റെ ചുറ്റിലുമാണ് അഷ്ടദിക്പാലകന്മാരുടെ കൊട്ടാരങ്ങൾ ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുക. ഈ 7 ദ്വീപുകളിൽ ഏറ്റവും പുറമെയുള്ള ദ്വീപിൽ കർമ്മം, അതിൻ്റെ ഉള്ളിലുള്ള ദ്വീപിൽ വായു, അതിൻ്റെ ഉള്ളിലുള്ള ദ്വീപിൽ ജലം. ഇങ്ങനെയൊക്കെയാണ് ഈശ്വരന്മാർ. കർമ്മം, വായു, ജലം, അഗ്നി, സോമൻ, സൂര്യൻ, ഏറ്റവും ഉള്ളിൽ ബ്രഹ്മം. ഇങ്ങനെ പടി 6 കടന്നിട്ട് വേണം ആ വസ്തുവിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് എന്ന് പറയുന്നു. അതിൽ തന്നെ ഏറ്റവും ഉള്ളിലുള്ള ഇളാവൃതത്തിൽ സംഘർഷണമൂർത്തി ബ്രഹ്മോപാസന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംഘർഷണനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെങ്കിലും എനിക്കും അതുപോലെ ആവാൻ പറ്റുമോ എന്ന് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ പരമേശ്വരൻ എന്ന് കാണാം. നല്ല രസമാണ് ചില രംഗങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കണ്ടാലേ. ഇളാവൃതത്തിനെ കുറിച്ച് ഇനി നവമസ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ പറയും. ഇള സുദ്യുമ്നൻ അങ്ങോട്ട് പ്രവേശിച്ച ഇളയായി മാറിയ സ്ഥാനം. അവിടെ മഹാദേവൻ ഒരാൾ മാത്രമാണ് പുരുഷൻ, മറ്റെല്ലാവരും സ്ത്രീകളാണ്. ശിവപാർവതിക്ക് കൊടുത്ത വരാണെന്ന് പറയും. എന്നിട്ട് മഹാദേവൻ ഭജിക്കേണ്ടത് ആരെയുണ്ടോ? സംഘർഷണമൂർത്തിയെ. സംഘർഷണമൂർത്തി ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കണോ. ഒരു സ്ത്രീകൾക്കും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോലും വരാൻ പറ്റണില്ല. യൽ പാദയോ സ്പർശന ദർശിതേന്ദ്രിയ. ഈ സംഘർഷണമൂർത്തിയുടെ പാദത്തെ സ്പർശിക്കാൻ ഭയമാണ്, അവർക്ക് പറ്റുന്നില്ല. അവർ ദൂരെ മാറി നമസ്കരിക്കുക മാത്രമാണ്. ഇവിടെ തനിക്കാണെങ്കിൽ ഭാര്യ മടി കയറിയിരിക്കുക, ഇറങ്ങണില്ല. ഭാര്യ മടിയിൽ നിന്ന് ഇറങ്ങണില്ല, വേറൊരുത്തി തലയിലും. ചുറ്റിലും കാണുന്നത് മുഴുവൻ പെണ്ണുങ്ങൾ. അങ്ങനെയുള്ള ഒരാൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. പെണ്ണുങ്ങൾക്ക് അടുത്തേക്കേ വരാൻ പറ്റണില്ല. ഇങ്ങനെ സ്വതന്ത്രമായി നിന്നുകൊണ്ട് നാമം ജപിക്കാൻ പറ്റുന്നുണ്ടല്ലോ സംഘർഷന്, എന്നാൽ എനിക്കിതുപോലെ ആവാൻ പറ്റുക എന്ന് നമുക്കൊക്കെ പരമഗുരുവായിട്ടുള്ള ശ്രീപരമേശ്വരൻ പോലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയണം. അപ്പോൾ ആ മഹാദേവനോടായിട്ടില്ല നമ്മളാരും. നമ്മൾക്ക് എന്നാണ് സാധിക്കുക അതുപോലെ ഒന്ന് ആഗ്രഹിക്കാനെങ്കിലും. അതിനാണ് തടസ്സമായിട്ടുള്ള മായയെ ജയിക്കണമെങ്കിൽ ഭദ്രാശ്വവർഷത്തിൽ പറയണ പോലെ ഹയഗ്രീവനെ പൂജിക്കണം. ഹയഗ്രീവനെ പൂജിച്ച് മായയെ ജയിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിലാവുക മായ അങ്ങനെയൊന്നും വിട്ടുപോവില്ല. നമുക്ക് ഇത് വിട്ടുകളയാന്ന് പറഞ്ഞാൽ ഭയം വരും. എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, ഇതൊക്കെയാണല്ലോ. ഇത് ഉപേക്ഷിക്കുക, വിട്ടുപോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയമാണ്. ഈ ഭയം ഇല്ലാതാവാതെ ഇതൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഭയത്തിനെ ജയിക്കണമെങ്കിൽ നരസിംഹമൂർത്തിയെ പൂജിക്കണം എന്ന് ഹരിവേഷത്തിൽ പറയും. പക്ഷെ ഭയത്തിനെ ജയിക്കാൻ പുറപ്പെടുമ്പോഴാണ് ഈ ഭയം അകാരണമായിട്ട് നിൽക്കുന്നതല്ല, അതിന് വേരുണ്ട്. കാമമാണ്. ഈ കാണാവുന്ന വസ്തുക്കളൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ സഹായിക്കും, നമുക്ക് സുഖം തരും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്ര കാലം അത് വിട്ടുപോകുമെന്ന് പറഞ്ഞാൽ ഭയം ഉണ്ടാവും. അപ്പോൾ ആദ്യം അവയിൽ നിന്നുള്ള ആഗ്രഹത്തിനെ ഇല്ലാണ്ടാക്കണം. നമ്മുടെ എല്ലാ കാമങ്ങളും സാധിച്ചു തരുന്നത് കാമദേവനായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് ബോധിക്കണം. അതിന് കേതുമാലത്തിൽ ശ്രീഭഗവതിരൊപ്പം ഇരിക്കണം, അങ്ങനെ പാലിക്കണം. പക്ഷെ അങ്ങനെ ഭഗവാനാണ് കാമദേവൻ എന്ന് ഉറപ്പിക്കണമെങ്കിൽ, എല്ലാം തരുന്നത് അവിടുന്നാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ അതിനാദ്യം മറ്റൊന്നുമില്ല ഭഗവാനേ ഉള്ളൂ എന്ന് പറയുന്ന വാക്ക് ശരിയാണെന്ന് തോന്നണ്ടേ? മറ്റാരും നമുക്ക് നിത്യാനന്ദം തരില്ല, ഭഗവാനെ തരുള്ളൂ. മറ്റൊന്നുമില്ല എന്ന് ബോധിക്കണമെങ്കിൽ പ്രളയം കണ്ടിട്ടുള്ള സത്യവ്രതൻ, തന്നെ രക്ഷിച്ച മത്സ്യമൂർത്തിയെ ഉപാസിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം.
പക്ഷേ അങ്ങനെ ഭഗവാനേ ഉള്ളൂ എന്ന് നമുക്ക് ബോധിക്കണമെങ്കിൽ ആദ്യം ഭഗവാൻ ഉണ്ട് എന്ന് ബോധിക്കണം. ഭഗവാനേ ഉള്ളൂ എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം ഭഗവാൻ ഉണ്ട് എന്ന് ഉറപ്പാവണ്ടേ. അപ്പൊ നമ്മളൊക്കെ ഭക്തരാണ് അല്ലേ, അമ്പലങ്ങളിൽ പോവാറുമുണ്ട്, തൊഴാറുമുണ്ട്, വഴിപാട് കഴിക്കാറുമുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഭഗവാനെ ഞാൻ കണ്ടിട്ടുണ്ട്? നമ്മളൊക്കെ കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ കാരണവന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഭാഗവതത്തിലൂടെ, രാമായണത്തിലൂടെ, മറ്റേതെങ്കിലും പുരാണങ്ങളിലൂടെ, ചില കഥകളിലൂടെ, നമ്മുടെ കാരണവന്മാരുടെ വാക്കുകളിലൂടെ കേട്ടിട്ടുണ്ട് ഈശ്വരനുണ്ടെന്ന്. അതുകൊണ്ട് നമ്മൾ അത് വിശ്വസിച്ച് അങ്ങനെ പോകണം. അല്ലാതെ സത്യത്തിൽ ഭഗവാനുണ്ടോ? വേദത്തിലേക്ക് നോക്കൂ. ഈ കഥകൾക്കൊക്കെ ബേസ് ആയിട്ടുള്ളത് വേദമാണ്. വേദത്തിൽ ഈശ്വരനുണ്ട് എന്നും പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല എന്നും പറയുന്നുണ്ട്. വേദം നമ്മളാരും പഠിച്ചിട്ടില്ലല്ലോ, നമ്മളൊരു ഭാഗം മാത്രമേ നോക്കുന്നുള്ളൂ. ഉണ്ട് എന്ന് പറയുന്ന ആസ്തിക്യം, അതിൻ്റെ വാക്കുകൾ മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. നാസ്തി ഇല്ല എന്ന് പറയുന്നതും വേദത്തിലുണ്ട്, അത്തരം വാക്കുകളുണ്ട്. അതും വേദത്തിൻ്റെ ഭാഗം. നമ്മൾ ഈ ചാർവാകന്മാരുടെ വാക്കുകൾ എന്നൊക്കെ പറയും, അതും വേദത്തിലുള്ളത് തന്നെയാണ്. ഉണ്ടെന്ന് പറയുന്ന വാക്കിൻ്റെ അതേ പ്രാധാന്യം ഇല്ലെന്ന് പറയുന്നതിനുണ്ട്. നമ്മൾ അതിനെയും പഠിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണോ? ഉണ്ടെന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഉണ്ടെന്ന് പറയണോ? ഇല്ലെന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഇല്ലെന്ന് പറയുന്നു? രണ്ടും നമ്മൾ പഠിക്കണം. നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റും. മഹാഭാവം തിരുമേനി നാവ് പൊഴുത്തു പോകും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനിപ്പിക്കാന്നല്ലാതെ അങ്ങനെ ചിന്തിക്കാൻ പോലും ഭയമാണ്. ഈശ്വരനില്ല എന്ന വാക്കിനെ ഒന്നും പിന്തുടരാൻ എങ്ങനെയാണിത് പറയുന്നത്? എന്താണ് അവരുടെ പ്രമാണം? എന്താ അതിൻ്റെ ന്യായം എന്നൊന്ന് അന്വേഷിക്കാൻ അതിനും പുറപ്പെടണം. അങ്ങനെ നിരീശ്വരവാദത്തിൻ്റെ പിന്നാലെ പോയാലേ ഈ കാണുന്ന ഈ വിഷ്ണു, ശിവൻ, ഗണോതി എന്ന് പറയുന്നതൊന്നും അല്ല വസ്തു എന്ന് ബോധിക്കുള്ളൂ. നമ്മൾ ആസ്തിക്ക് മാത്രം കേട്ടോണ്ടിരുന്ന ഈ രൂപങ്ങളിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈശ്വരൻ എന്ന ബോധത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇതിനെ നിഷേധിക്കുന്ന വാക്കുകളും കേൾക്കണം. നമുക്ക് അങ്ങനെ പോകാൻ പേടിയാണ്. ഈശ്വരനുണ്ട്, ഈശ്വരനേ ഉള്ളൂ എന്ന് പറഞ്ഞതിന് മുമ്പ് ഈശ്വരനുണ്ട് എന്ന് ബോധിക്കണമെങ്കിൽ നല്ല റിസ്ക് എടുക്കണം. അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുകയാണെങ്കിൽ, മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്. അവര് അവസാനം ഒരു ചിരിയോട് കൂടിയിട്ടാണ് പറയാം, ആ ഇതിനെയാണല്ലേ ഈശ്വരൻ എന്ന് പറയണേ, ഇതിനെയാണല്ലേ ഇത്ര കാലം ഈ വേദങ്ങളിലൂടെയും ശാസ്ത്രങ്ങളിലൂടെയും ഗുരുവചനങ്ങളിലൂടെയും ഒക്കെ പറഞ്ഞിരുന്നത്, ഇതെനിക്ക് പണ്ടേ അറിയായിരുന്നു. അങ്ങനെയാണ് വലിയൊരു ചിരിയോട് കൂടിയിട്ടാണ്, ആനന്ദത്തോട് കൂടിയിട്ടാണ് അവരത് തിരിച്ചറിയാം. പണ്ട് ന്യൂട്ടൻ്റെ കഥ കേട്ടില്ലേ? ഐസക് ന്യൂട്ടൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരാളുണ്ടായിരുന്നല്ലോ. ആപ്പിള് കീഴ്പ്പെട്ട് വീഴുന്നത് ഭൂമിക്ക് ആകർഷണം ഉള്ളതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയ ആള്. അദ്ദേഹം അത് ലോകം മുഴുവൻ പ്രശസ്തനായി പ്രസിദ്ധമാക്കി നോബൽ സമ്മാനമൊക്കെ കിട്ടി. അപ്പൊ ഇദ്ദേഹത്തിന് ഇങ്ങനെ ആൾക്കാർ, മറ്റ് ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, അസൂയോട് കൂടി പറയാൻ തുടങ്ങി, കുശുമ്പോട് കൂടി പറയാൻ തുടങ്ങി. പിന്നെ ഇതിപ്പോൾ ഇയാൾക്കേ അറിയുള്ളൂ, ഭൂമിക്ക് ആകർഷണം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയില്ലേ. ഒരിക്കൽ ശാസ്ത്രജ്ഞന്മാരുടെ വലിയൊരു സമ്മേളനം ഉണ്ടായി. അവിടെ വെച്ചിട്ട് ഇവരൊക്കെ തന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ന്യൂട്ടൻ അറിയാം. ഈ വെസ്റ്റേണേഴ്സിൻ്റെ സമ്പ്രദായം എങ്ങനെയാ വെച്ചാൽ, വലിയൊരു മേശ, നീളത്തിൽ 10-20 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന, ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു മേശ, അതിൻ്റെ ചുറ്റും ഇരുന്നു കൊണ്ടാണ് ഇവർ വർത്തമാനം പറയുക, മീറ്റിംഗ് ഒക്കെ നിർത്തുക. ഭാരതത്തിൽ അങ്ങനെയല്ല കേട്ടോ, ഭക്ഷണം കഴിക്കുമ്പോൾ മിണ്ടരുത് എന്നാണ്.